നമസ്കാരം. കുലദേവതയെ സംരക്ഷിച്ചാൽ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ പൂർവികർക്കും ഒക്കെ കൈമാറി വരേണ്ട ഒരു സംഗതിയാണ് കുലദേവത, ധർമ്മദേവതകള്. നമ്മുടെ കുലദേവത ആരാണ്? അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കുലദേവതകൾ ആരാണ്? എങ്ങനെയാണ് അവരെ ആചരിച്ചിരുന്നത്? അവരെവിടെയൊക്കെയാണ്? ഇപ്പൊ പല സ്ഥലത്തും കുലദേവതകളെ ക്ഷേത്രം പണിതൊക്കെ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെയാണെന്നുള്ളത് നമ്മുടെ ആയിട്ടുള്ള ഗുരുക്കന്മാര് നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോവുകയോ അങ്ങനെ അറിയാതിരുന്ന ആ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളതിന് പരിഹാരങ്ങൾ വേറെ പ്രശ്നവശാൽ കാണുന്ന പരിഹാരങ്ങളാണ് നമ്മൾ ചെയ്യാറ്. ഇനി നമ്മളുടെ കുലദേവതകളെ സംരക്ഷിച്ചാൽ കുലം തന്നെ എന്താണ് ഐശ്വര്യവത്താവും. കുലത്തിലുണ്ടാകുന്ന സന്തതി സമ്പത്തുകളൊക്കെ സംരക്ഷിക്കുക. അപ്പം കുലദേവതയെ സംരക്ഷിച്ചാൽ ഗുണമാണ്, അത് ദോഷമല്ല. മറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് കുലദേവത ഇതൊന്നും പ്രശ്നമല്ല. പഠനവും കഴിഞ്ഞ് നേരെ വിദേശത്ത് പോയി വിദേശ ജോലിയും കാര്യങ്ങളും അവിടെ ചെന്ന് കഷ്ടപ്പെടുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കുലദേവതയെ ചോദിക്കുന്നു, ധർമ്മദേവത ആരാണെന്ന് ചോദിക്കുന്നു. ഒന്നും അറിയാതെ വരുമ്പോൾ കണ്ടതിൻ്റെ പുറകെ പോകുന്നു. അങ്ങനെയല്ല, മറിച്ച് നമ്മൾ കുലദേവതയെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ആർക്കും ഏതു തലമുറയ്ക്കും നല്ലതാണ്. ആരാധനകളിൽ അതിവേഗം ഫലം ലഭിക്കുന്നത് കുലദേവതാ പ്രീതി തന്നെയാണ്. കുലദേവത എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാർ കൂടി ചേരുന്നതാണ് കുലദേവതയായിട്ട് വരുന്നത്. അപ്പോൾ പൂജയിലൂടെയാണ് പാരമ്പര്യം തെറ്റിക്കാതെ വ്രതാനുഷ്ഠാനത്തോടു കൂടി ജീവിക്കുന്ന കുടുംബം ദേവതകളെ കാത്തുരക്ഷിക്കുന്നു. ഇപ്പം പണ്ടത്തെ തറവാടുകളിലൊക്കെ അറയ്ക്കൽ ഭഗവതിയുണ്ട്, വീടിനകത്ത് തന്നെ അറയിൽ പരദേവതയുണ്ട്. അപ്പോൾ ഈ പരദേവതയെ നമ്മൾ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയും അവർക്ക് വേണ്ടത് തലമുറയിൽ വളർന്നു വരുന്ന കുട്ടികൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ആ കുലത്തെ തന്നെ അമ്മ എന്താണ് ദേവത സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ദേവതയുടെ സംരക്ഷണം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ഗുണമായിട്ട് മാറുകയും ചെയ്യും. അതേസമയം ഒരു തറവാട്ടിലോ ഒരു പരദേവത ഒരു കുടുംബദേവത ഇരിക്കുന്നുണ്ട്, ആ ദേവത എടുത്ത് പൊട്ടക്കിണറ്റിലോ കാട്ടിലോ കൊണ്ട് വിട്ടിട്ട് അവസാനം ആ വീട് പൊട്ടിപ്പൊളിച്ച് ഞാൻ വലിയ കാര്യത്തിൽ വലിയ ബംഗ്ലാവ് പണിതു അല്ലെങ്കിൽ അവസാനം കുലദേവത എന്താണെന്ന് അറിയില്ല, കുലദേവത ഇല്ല, അവർക്കൊന്നും ഒരു ദോഷങ്ങളും ബാധിക്കുന്നില്ല. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്താണ് ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പം ആരാധനകളിൽ അതിവേഗം ഫലം ലഭിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നത് കുലദേവതാ പ്രീതിയാണ്. അത് എങ്ങനെയാണ് അവരെ ഉപാസിക്കേണ്ടത്, ഏത് തരത്തിലാണ് അവരെ നമ്മൾ ആചരിക്കേണ്ടത് എന്നൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പോൾ പാരമ്പര്യം തെറ്റിക്കാതെ നമ്മുടെ അച്ഛനമ്മമാർ ചെയ്തിരുന്ന അതേ അവസ്ഥയിൽ നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് ഇങ്ങനെ തലമുറയായിട്ട് നമ്മൾ ഈ പാരമ്പര്യം തെറ്റിക്കാതെ ഈ കുലദേവതാ പ്രീതി, കുലദേവതാ പൂജ, ആചാരം നമ്മൾ തെറ്റിക്കാതെ കൈമാറി വരികയാണെങ്കിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ കുടുംബത്തെ നമുക്ക് ദേവതകളെ ഭജിക്കാനായിട്ട് കാത്തു സംരക്ഷിക്കും. ആ ദേവത നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കും. നമ്മുടെ മക്കൾക്കും സന്തതികൾക്കും ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലെല്ലാം സൗഭാഗ്യങ്ങളും ഒക്കെ കൊടുക്കുകയും നൽകുകയൊക്കെ ചെയ്യും നമ്മുടെ കുലദേവതകൾ. അപ്പം അതുകൊണ്ട് കുലദേവതയെ സംരക്ഷിക്കുന്നത് ഏറ്റവും കൂടുതൽ കുലത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. കുലദേവത ആരാണെന്ന് നമ്മുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക, തലമുറകൾ അത് അറിഞ്ഞിരിക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാനും നോക്കുക.